വിശുദ്ധ കാർലോ അക്യൂട്ടീസ് എന്ന ഇറ്റാലിയനായൊരു പയ്യൻ ഈ വിശുദ്ധ പടവിലേക്ക് ഉയർത്തപ്പെടാണ്. ദേവദാസനായി വാഴ്ത്തപ്പെട്ടവനായിട്ട് ഔകികമായതാണ്. അടിപൊളിയായിട്ട് നടന്ന 15 വയസ്സുള്ള ഒരു നല്ല പയ്യൻ വിശുദ്ധ ജീവൻ നയിച്ചുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മാതിരിയായിട്ട്, കൗമാരക്കാർക്കും മാതിരിയായിട്ട് പരിശുദ്ധ കുർബാനയുടെ പസ്തവനായിട്ട് ലോകം വഴി അടിവീഴുന്ന ഒരു വലിയ സംഭവത്തിന് ലോക ശ്വാസം വരികയാണ്. ആരാണ് ഈ വിശുദ്ധനായി ഉയർത്തപ്പെടുന്ന കാർലോ? അദ്ദേഹത്തിന് പരിചയപ്പെട്ടിരിക്കുക. എന്താണ് ദൈവത്തിന്റെ വഴികൾ, വിശുദ്ധിയിലേക്കുള്ള വഴികൾ? അതാണ് ഈ വീഡിയോയിൽ നാം ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഈ ലോകത്ത് 16,000 വിശുദ്ധരുണ്ട്, വീരോചനമായുണ്ട്. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, കൗമാരപ്രായക്കാരുണ്ട്, വൃദ്ധരുണ്ട്, മധ്യവയസ്കരുണ്ട്. ആർക്കും വിശുദ്ധിയിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധി അപ്രാപ്തമൊന്നുമല്ല. ഭാരിയേറെ മല പോലെ എന്ന് പറഞ്ഞ് നമുക്ക് കീഴടക്കാൻ പറ്റാത്തൊരു മേഖലയല്ല. നമുക്കും വിശുദ്ധരാകാം എന്ന് വലിയ ഒരു മെസ്സേജ് ഈ ലോകത്തിന് നൽകുക 15 വയസ്സുകാരനായ കമ്പ്യൂട്ടറിനെ സ്നേഹിച്ച, കളികളോട് താല്പര്യം ഉണ്ടെങ്കിൽ കൂട്ടുകാരുമായിട്ടൊന്നും ചെയ്ത് നടന്ന, പഠിക്കാൻ സ്കൂളിൽ പോയ, പള്ളിയിൽ ഒരാൾ പോയി പ്രാർത്ഥിച്ചാൽ കാർലോ എന്ന കൗമാരപ്രായക്കാരൻ ഈ വിശുദ്ധരെ ആ ജീവിതത്തെ അടുത്തറിയായിട്ട് നാം ശ്രമിക്കുന്നത് നല്ലത്. അതിനുള്ള സംഭവമാണ് ഈ വീഡിയോയിലൂടെ ഇപ്പം ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുക, ശ്രദ്ധിച്ചു കാണുക. ആദ്യമായിട്ട് എങ്ങനെ ഇത്ര സ്മാർട്ടായിട്ടൊരു പയ്യൻ, കുഞ്ഞു ബാലന് വിശുദ്ധിയുടെ പടം എത്ര പിടിച്ചെടുക്കാൻ പറ്റി? ആ ജീവിതത്തിന്റെ വിശുദ്ധി എന്താണ്? വിശുദ്ധിയിൽ നമുക്ക് ഉൾപ്രേരണ എന്താണ്? ആ വീഡിയോയിലേക്ക് പ്രത്യേകം നമുക്ക് ഈ കാർലോ ആരാണെന്ന് നോക്കാം. കാർലോ അക്യൂട്ടീസ്. അവൻ ജനിച്ചത് 1999 മെയ് 3 ലണ്ടനിലാണ്. ലണ്ടനിലുള്ള അവന്റെ ജനനശേഷം വളരെ കൂടുതൽ മിതമായ ആ കുടുംബം കുറച്ച് കാലം ജർമ്മനിയിലും തുടർന്ന് ഇറ്റലിയിലേക്കുമാണ്. അവിടെ നിന്ന് മിലാനിലെ താമസായി. വളരെ ചെറുപ്പത്തിന് തന്നെ പരിശുദ്ധ ദേവമാതാവോട് കാർലോയ്ക്ക് ഭയങ്കര വ്യക്തിയായിരുന്നു. മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ മുന്നിൽ ചെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക, മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കുക. സാധിക്കുന്ന സമയത്ത് എല്ലാം ജപമാല ചൊല്ലും. ആ ചെറിയ പൈനയിൽ കണ്ട ഭക്തിയുടെ വലിയ ഭാവങ്ങള് എല്ലാവരും അത്ഭുതത്തി. അവൻ എപ്പോഴും പരിശുദ്ധ മാതാവിനെ പ്രാർത്ഥിക്കാറ്. 7ാമത്തെ വയസ്സിൽ അവൻ ആദ്യ കുർബാന സ്വീകരിച്ചു. ആ കുർബാന സ്വീകരിച്ചതിന് ശേഷം കാർലോ പിന്നീട് ഒരിക്കലും മുടങ്ങാതെ പള്ളിയിലേക്ക് പോകും. അനുദിനം വിശുദ്ധ കുർബാന സ്വീകരിക്കും. ഭക്തിയോട് ഈശോ സ്വീകരിക്കും. തുടർന്ന് തന്നെ കാർലോ ചെറുപ്പം മുതൽ പരിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങള്, പരിശുദ്ധ കുർബാനയുടെ ഈ ലോകത്ത് നടന്നിട്ടുള്ള ശാസ്ത്രത്തിന് അധീനമായി വിധീരകമാണ്. അങ്ങനെ കാര്യങ്ങളെ പറ്റി വായിക്കാനും അറിയാനും വലിയ താല്പര്യമാണ്. അവൻ എപ്പോഴും കുർബാനയ്ക്ക് പോയി സമയം കിട്ടുമ്പോഴെല്ലാം പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന ആരാധിക്കുന്നൊരു പതിവ്. ഇടക്കിടക്ക് കുർബാനയുടെ മുമ്പിൽ പോയി ഇരിക്കുന്ന സ്വഭാവം അവൻ വളർത്തിയത്. കാർലോയുടെ ചെറുപ്പായകളും അവൻ ഉന്നതമായ ബുദ്ധികളും ഒരു ബുദ്ധിമാനായി അവൻ സാധാരണ കുട്ടികളെ അന്വേഷിച്ച് വലിയൊരു തരത്തിലിരിക്കുന്ന പയ്യനായിരുന്നു. അവന്റെ ബുദ്ധി കൂറുന്ന വളരെ ശ്രദ്ധയായിരുന്നു. പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവിക്കുന്ന നിർബന്ധം ആ പയ്യനിൽ അടിയൊടിച്ചു വരുന്നു. എപ്പോഴൊക്കെ പള്ളി കാണുന്നു, എപ്പോഴൊക്കെ പള്ളി സന്ദർശിക്കുന്നു, അപ്പോഴെല്ലാം മണിക്കൂറുകളും പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ നിന്ന് പയ്യൻ പ്രാർത്ഥിച്ചു. കൂടെ കൂടെ നിരാനെ സ്നേഹിച്ചു. എന്നിട്ട് അവസരം കിട്ടുമ്പോഴെല്ലാം കുമ്പസാരിച്ചു. ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കും എന്ന് നിർബന്ധപ്പെടുത്തി
കാർലോയ്ക്ക് ഉണ്ടായില്ല. തന്റെ ചെറിയ പാപങ്ങളായിരിക്കും അത് അതുപോലെ സൂക്ഷിച്ചു വെക്കരുത്. അത് നഷ്ടപ്പെട്ടു പോയാൽ അതും ഇല്ലാതായാല് ആത്മാവ് ആകാശങ്ങളിലേക്ക് ഒന്നിനങ്ങളിലേക്ക് ഉയരുന്ന് അവൻ വിശ്വസിച്ചു. യുവജനങ്ങളും കുട്ടികളും സ്കൂളിലും ഒറ്റ പഠിക്കുന്ന സമയത്ത് റോൾ പോലീസിന് വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നത്. കാർലോയുടെ ആ വിശുദ്ധൻ അവൻ കണ്ട ജീവിതത്തിൽ ചെറുപ്പക്കാരെ വിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധ ബർമിൽ തീർത്ത ലൂഡിൽ മാതാവ് പ്രസവപ്പെട്ട ആ കുട്ടി സാത്യമായി മാതാവ് പ്രസിദ്ധപ്പെട്ട ജൂസിയ ഫ്രാൻസിസ്, അതിൽ ജസിയ ഫ്രാൻസിസ്, അതോടൊപ്പം തന്നെ വിശുദ്ധ ഹാർസിയോസ്, ചെറുപ്പത്തിലെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി മരിച്ച ആ പുണ്യമാൻ. അങ്ങനെ ചെറുപ്പകാലത്ത് വിശുദ്ധിയുടെ പടവുകൾ കയറിയ വിശുദ്ധനെ പറ്റി അറിയാം കാർലോയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വളരെയേറെ സ്വാദിഷ്ടം. നാം എന്ത് വായിക്കുന്നു അതുമായി തീരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് കമ്പ്യൂട്ടറിന്റെ ലോകത്താണ്. കമ്പ്യൂട്ടറിനെ ഏറ്റവും സ്നേഹിക്കും. 15 വയസ്സുള്ള കമ്പ്യൂട്ടർ ലോകത്ത് വലിയ അത്ഭുതങ്ങൾ സഹിക്കുക വലിയ സ്വന്തമായിട്ടാണ് ഈ കാർലോ അപ്പൊ ഇന്നത്തെ കാലത്തിന് പേരെ കമ്പ്യൂട്ടറുകളെ സ്നേഹിക്കരുത്. കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും നമ്മുടെ മൊബൈൽ ടിവിയുടെയും മൊബൈൽ ഫോണിന്റെ മുന്നിലാണ്. എല്ലാവർക്കും പേടിയാണ് കുട്ടികളെ വഴിതെറ്റ്. പക്ഷെ അവരെ നല്ല വഴിക്ക് നയിച്ച് നല്ല മാതൃകകൾ പരിചയപ്പെടുത്തിയ ആ കുട്ടികളുടെ ആത്മാവിനെ നേടാമെന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് നല്ലൊരു മാതൃകയാണ് കാർലോയുടെ ജീവിതം. കാർലോ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ട് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിലാനിലെ ഏറ്റവും വലിയ ദുരന്തം, ഇറ്റലിയിലെ അവിടുത്തെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ ദുഃഖം എന്ന് പറയുന്നത് ഡിവോഴ്സ് ഇടിയ മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതെ സ്വാർത്ഥം നടക്കുന്ന മാതാപിതാക്കൾ. പല കുഞ്ഞുങ്ങൾക്കും അവയുടെ പപ്പയുടെ പേര് ചോദിച്ച് കണ്ണീന്ന് വെള്ളം അവർക്കൊരു ആളും പരിചയം. അതാവിധ സാഹചര്യത്തിലെ അതിൻ്റെ വേദനയേറെ കൊണ്ട് ജീവിക്കുന്ന നിഷ്കളങ്കങ്ങളായ കുഞ്ഞുങ്ങളെ ആസ്വദിക്കുമ്പോൾ വലിയ സംഭവങ്ങളായിട്ട് കാർലോ എന്ന കുട്ടി മാറി. കാർലോ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ട അവരൊക്കെ വിളിച്ച് ആശ്വസിക്കും. അതോടൊപ്പം തന്നെ കാർലോയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അല്പം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അതിരിൽ വിധരായി ഏതെങ്കിലും വികരാന്തനായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം സ്നേഹിക്കും. ഇവരെല്ലാം പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ട്, കുർബാനയോട് നടന്ന അത്ഭുതങ്ങളെ പറ്റിയിട്ട്, അൽത്താരയിൽ ജീവിക്കുന്ന ദൈവത്തെ കാർലോയ്ക്ക് എനിക്ക് പറ്റുന്ന ഭാഷയിൽ സാധിക്കുന്നൊരു സംസാരം. കാർലോവിന്റെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത അവൻ ഏറ്റവും വലിയ സന്ദർശിക്കാൻ ആകിയ സ്ഥലം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ് കാർലോയ്ക്ക് വലിയ വിരോധമായിരുന്നു. ഒത്തിരിയേറെ സമ്പത്തുണ്ടായിട്ടും എല്ലാം വേണ്ടെന്ന് വെച്ച് തെരുവിലൂടെ പാട്ടും പാടി നടന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ചരിത്രത്തിൽ 2ാമത്തെ ക്രിസ്തുവായിട്ട് അറിയുന്ന വിശുദ്ധ ഫ്രാൻസിസ്, 5 ശരങ്ങൾ ജീവിച്ച് ക്രിസ്തുവിനെ പോലെ ശരീരത്തിന്റെ 5 മുറിവുകൾ ഏറ്റെടുത്ത ഫ്രാൻസിസ് അസീസി. ദൈവത്തിന്റെ നിർമ്മലമായ വിശുദ്ധമായ ജീവിതം കാർലോയെ വളരെയേറെ ആഗ്രഹിച്ചു. അവസരം കിട്ടുമ്പോഴെല്ലാം പല താമസം കാർലോ അസീസി സംഭവിക്കുന്ന പതിവായിരുന്നു. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രൂസിന്റെ സെന്റർ. അതോടൊപ്പം തന്നെ കാർലോ അസീസി സംഭവിക്കുമ്പോൾ എപ്പോഴും ഫ്രാൻസിസ് അസീസി പുണ്യാളുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിക്കൂ. താങ്ക് യു.